നമസ്കാരം. ശ്രീനാരായണ ഗുരുവിഷൻ യൂണിവേഴ്സൽ വണ്ണസ് എന്ന ചാനലിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത ഓം ജപത്തിൻ്റെ ഗുണങ്ങളുടെ ആദ്യ ഭാഗം നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഇനി നമുക്ക് ഓംകാരം ആർക്കൊക്കെ ജപിക്കാം എന്ന് നോക്കാം. ഓംകാരം ജപിക്കാൻ ജാതിയോ മതമോ ലിംഗഭേദമോ തടസ്സമില്ല. ഇത് മനുഷ്യരാശിക്ക് മുഴുവൻ അവകാശപ്പെട്ടതാണ്. ലോകത്തുള്ള ഏതൊരു മനുഷ്യനും, കുട്ടികൾ മുതൽ വയോധികർ വരെ ആർക്കും ഇത് ജപിക്കാം. മനസ്സിന് ശാന്തിയും സമാധാനവും ഏകാഗ്രതയും ബുദ്ധിക്ക് തെളിച്ചവും ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഇതൊരു ഉത്തമ ഔഷധമാണ്. ഓം ജപിക്കുന്നത് വഴി അസംഖ്യം ഗുണങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ജീവിതകാലം മുഴുവൻ വൈദ്യശാസ്ത്രപരമായി മനോരോഗ മരുന്നുകൾ കഴിക്കേണ്ടി വരുമെന്ന് കരുതപ്പെട്ട നൂറുകണക്കിന് ആളുകൾ ഈ ഓം ഉച്ചരിച്ചു മാത്രം മരുന്നുകളിൽ നിന്ന് മോചിതരായിട്ടുണ്ട്. അമിതമായ ഭയം, വികൃതമായ സ്വപ്നങ്ങൾ, ദുസ്വപ്നങ്ങൾ, പേടിസ്വപ്നങ്ങൾ, അസ്ഥിരമായ മനസ്സ്, അസ്ഥിരമായ ശരീരം എന്നിവയാൽ ബുദ്ധിമുട്ടുന്നു എങ്കിൽ, നിങ്ങളുടെ ശാരീരിക ഘടന ദുർബലമാണെങ്കിൽ, പെട്ടെന്ന് രോഗബാധിതരാകാൻ സാധ്യത ഉണ്ട് എങ്കിൽ, പ്രത്യേകിച്ച് കുട്ടികൾ, അവർക്ക് ശ്രദ്ധക്കുറവ് ഉണ്ട് എങ്കിൽ, ദിവസവും കുറച്ച് മിനിറ്റ് നേരം ഓം ഉച്ചരിച്ചാൽ വലിയ മാറ്റമുണ്ടാകും. ഒന്നാലോചിച്ച് നോക്കൂ, നമുക്ക് നാവ് ഇല്ലായിരുന്നുവെങ്കിൽ എന്തൊക്കെ ശബ്ദം ഉച്ചരിക്കാൻ സാധിക്കും? ആ സാധ്യമാണ്, ഊ സാധ്യമാണ്, സാധ്യമാണ്. മറ്റെന്തെങ്കിലും ശബ്ദം സാധ്യമാണോ? സംസാരിക്കാൻ കഴിയാത്ത ഒരു മൂകൻ എന്തെല്ലാം ശബ്ദങ്ങളാണ് ഉണ്ടാക്കുന്നത്? ആ, ഓ, ഈ 3 ശബ്ദങ്ങൾക്ക് നമ്മുടെ നാവിൻ്റെ ആവശ്യമില്ല. നമ്മുടെ നാവ് നീക്കം ചെയ്താൽ ഈ 3 ശബ്ദങ്ങളെ ഉണ്ടാക്കാനാവൂ. അതായത് അടിസ്ഥാന ശബ്ദങ്ങൾ ഈ 3 ശബ്ദങ്ങൾ മാത്രമാണ്. ഈ 3 ശബ്ദങ്ങൾ വെച്ച് മറ്റെല്ലാ ശബ്ദങ്ങളും നിർമ്മിക്കാൻ നമുക്ക് കഴിയുന്നു. നാവ് ഈ 3 ശബ്ദങ്ങളെ ചില പ്രത്യേക സങ്കീർണമായ രീതിയിൽ മിശ്രണം ചെയ്യാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഈ 3 ശബ്ദങ്ങളെ അടിസ്ഥാന ശബ്ദങ്ങൾ അല്ലെങ്കിൽ പ്രാപഞ്ചിക ശബ്ദങ്ങൾ എന്ന് വിളിക്കുന്നു. ഈ 3 അടിസ്ഥാന ശബ്ദങ്ങൾ ഒന്നിച്ച് ഉച്ചരിച്ചാൽ എന്ത് സംഭവിക്കുന്നു? എന്താണ് കിട്ടുന്നത്? ഓം അല്ല, ശബ്ദം ആ. അതായത് മറ്റെല്ലാ ശബ്ദങ്ങളുടെയും അടിസ്ഥാന ശബ്ദമാണ് ആ. അതുകൊണ്ട് നമുക്ക് ഉച്ചരിക്കാൻ കഴിയുന്ന മറ്റെല്ലാ ശബ്ദങ്ങളുടെയും അടിസ്ഥാന ശബ്ദമായ ഈ ആ സൃഷ്ടിയിലെ അടിസ്ഥാന ശബ്ദമായി അറിയപ്പെടുന്നു. ഓം ജപിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ, മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നു. ഓം മന്ത്രം ഉച്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന തരംഗങ്ങൾ നാഡീവ്യവസ്ഥയെ ശാന്തമാക്കുകയും സ്ട്രെസ്, ആകുലത എന്നിവ കുറയ്ക്കുകയും ചെയ്യുന്നു. ഏകാഗ്രത. ഓം ജപിക്കുന്നത് തലച്ചോറിനെ ഉത്തേജിപ്പിക്കുകയും ശ്രദ്ധയും ഏകാഗ്രതയും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നു. നല്ല ഉറക്കം ലഭിക്കുന്നു. ഉറങ്ങുന്നതിന് മുമ്പ് മിനിമം 3 തവണയെങ്കിലും ഓം ജപിക്കുക. അതുവഴി മനസ്സ് ശാന്തമായി വേഗത്തിൽ ഉറങ്ങാൻ സഹായിക്കുന്നു. ശരീരത്തിൻ്റെ ഊർജം വർദ്ധിപ്പിക്കുന്നു.
ഓം ഉച്ചരിക്കുമ്പോഴുണ്ടാകുന്ന പ്രകമ്പനം ശരീരത്തിലെ കോശങ്ങളെ ശുദ്ധീകരിക്കുകയും ഉന്മേഷം നൽകുകയും ചെയ്യുന്നു. ആന്തരിക ശക്തി. പതിവായുള്ള ഓം ജപത്തിലൂടെ മനസ്സിനെ ശുദ്ധീകരിക്കുകയും ആത്മീയമായ ഉണർവ് നൽകുകയും ചെയ്യുന്നു. പ്രപഞ്ചവുമായി ബന്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ആന്തരിക സമാധാനം, ചക്രങ്ങളുടെ ശുദ്ധീകരണം, അങ്ങനെ എണ്ണിയാലോ പറഞ്ഞാലോ തീരാത്ത ഏറെ ഗുണങ്ങളുണ്ട്. നാം ഈ ഓം ജപം നിത്യജീവിതത്തിൽ ഭാഗമാക്കി നോക്കുക. സാധാരണക്കാരായ നമുക്ക് ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഓംകാരജപം എങ്ങനെ പ്രായോഗികമാക്കാമെന്ന് നോക്കാം. ടിപ്പ് നമ്പർ 1. പ്രഭാതത്തിലെ 5 മിനിറ്റ്. രാവിലെ എഴുന്നേറ്റ ഉടൻ ബെഡിൽ ഇരുന്നു കൊണ്ട് തന്നെ 3 തവണ ദീർഘമായി ശ്വാസമെടുത്ത് ഓം ജപിക്കുക. ഇത് നമ്മെ ദിവസം മുഴുവൻ പോസിറ്റീവായി നിലനിർത്താൻ സഹായിക്കും. ടിപ്പ് നമ്പർ 2. യാത്രക്കിടയിൽ ജോലിക്കോ മറ്റോ പോകുമ്പോൾ, ബസ്സിലോ ട്രെയിനിലോ യാത്ര ചെയ്യുമ്പോൾ കണ്ണടച്ച് മനസ്സിൽ ഓംകാരം ജപിക്കാം. ശബ്ദം പുറത്തു വരണമെന്നില്ല. ആ സ്പന്ദനം ഉള്ളിൽ അനുഭവിച്ചാൽ മതി. ഇത് ടെൻഷൻ കുറയ്ക്കുന്നു. ടിപ്പ് നമ്പർ 3. ജോലി തിരക്കിനിടയിൽ. ഏതുതരം ജോലി ചെയ്യുമ്പോഴും ആ ജോലി തിരക്കിനിടയിൽ 1 മിനിറ്റ് കണ്ണുകളടച്ച് ഓംകാര മന്ത്രം ജപിക്കുക. ഇത് ബുദ്ധിക്ക് തെളിച്ചം നൽകും. പിന്നെ ജോലി സ്ഥലത്ത് ടെൻഷൻ അനുഭവപ്പെടുമ്പോൾ 1 മിനിറ്റ് കണ്ണുകളടച്ച് ഓംകാരം ശ്രദ്ധിക്കുക. ഇത് മസ്തിഷ്കത്തിന് പെട്ടെന്ന് ശാന്തത, ഇൻസ്റ്റൻറ്റ് റിലാക്സേഷൻ നൽകുന്നു. ടിപ്പ് നമ്പർ 4. ഉറങ്ങുന്നതിന് മുമ്പ്. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഓംകാരം ജപിക്കുന്നത് നല്ല ഉറക്കം ലഭിക്കാനും ദുസ്വപ്നങ്ങൾ ഒഴിവാക്കുവാനും സഹായിക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഓംകാരം എന്നാൽ മനസ്സമാധാനമാണ്. ഓംകാരം എന്നാൽ സ്നേഹമാണ്. ഗുരുദേവൻ പറഞ്ഞതുപോലെ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. ആ നന്മയുടെ വഴിയാണ് ഓംകാരം. ഓരോ തവണ ഓം ജപിക്കുമ്പോഴും നമ്മൾ പ്രപഞ്ചത്തിൻ്റെ താളവുമായി ഒന്നാകുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഉള്ളിലെ അസ്വസ്ഥതകൾ മാറി പ്രശാന്തത കൈവരുന്നു. നമുക്ക് ഓരോരുത്തർക്കും ഓംകാരത്തിലൂടെ നമ്മുടെ ഉള്ളിലെ ദൈവികതയെ ഉണർത്താം. ഈ അറിവ് പകരുന്നത് വഴി നമ്മൾ ലോകത്തിന് സമാധാനം നൽകുന്നു. അടുത്തതായി, എങ്ങനെയാണ് ശരിയായി ഓംകാരം ജപിക്കുന്നത് എന്ന് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് ചർച്ച ചെയ്യാം. താങ്ക് യു. ഗുരുദേവ ദർശനങ്ങൾ കൂടുതൽ അറിയുവാനും ആത്മീയതയുടെ യാത്രയിൽ കൂടെയുണ്ടാകുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രചോദനമാണ് ഞങ്ങളുടെ ശക്തി. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ഗുരുദേവ ദർശനങ്ങൾ ലോകമെങ്ങും എത്തിക്കാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുക. താങ്ക് യു. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.